ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു എളുപ്പത്തിലൊരു മീൻകറി എങ്ങനെ വെക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ, കുറച്ച് മല്ലിച്ചപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്ക് മിക്സി ജാറിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് പാനിൽ കുറച്ച് കടുക്, ഉലുവ, വെളുത്തുള്ളി, കറിവേപ്പില ഇതിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പില്ല അത് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് അതെന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഈ 3 പൊടികളും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കടുകും ഉലുവയും വെളുത്തുള്ളി കറിവേപ്പില ഇട്ടതിന് ശേഷം ആ എണ്ണയ്ക്കകത്ത് വേണമെങ്കിൽ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം വരണ പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ കറി എത്ര വേണം, എരിവ് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം എന്താക്കാം, നമുക്ക് നന്നായിട്ട് നല്ല വാളംപുളി പിഴിഞ്ഞ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പകരം കുടംപുളി വേണമെങ്കിലും ചേർക്കാം, ഏതാണെങ്കിലും നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാളംപുളി ചേർക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുമ്പോഴേക്കും നമ്മുടെ കറിയുടെ പകുതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീൻ ചേർക്കാം. ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചാള, മത്തിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. ഏകദേശം ഈ കറിക്കൊരു 10 മിനിറ്റിൽ കുറവ് എടുക്കുള്ളൂ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിന് വയ്ക്കാൻ പറ്റിയൊരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ഇതാക്കാം. പിന്നെ അധികമായിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും, അറിയാലോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.